ri ga ga sa ri 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 sa ri ga 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 pa dha sa ri sa dha pa ga pa ga ri sa ga pa dha sa ri sa dha pa ga pa ga ri sa sari ga ri അമ്മേ ചായ ചായ ഞാനിത് ഇവിടെ ഇന്ന് ഇത്രയും മതി. കുട്ടികൾ പോയിക്കോളൂ. ഹൈ, എവിടേക്ക് പരിങ്ങി പരിങ്ങി പോവണേ? കുടിച്ചെന്നെ കെട്ടിതുവരെ തീർന്നിട്ടല്ലേ? ഇനിയിപ്പൊ ചായയോ സംഭാരം എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോളൂട്ടോ. തിരുമേനിയുടെ സൽപുത്രനെ വേണ്ട രീതിയിൽ സൽക്കരിച്ചില്ലാന്ന് വേണ്ട. നീ കാലത്തെ വെറുതെ കടുവാക്കുട്ടി കൈയിട്ട് ഞോണ്ടി കളിക്കല്ലേ. എനിക്കതല്ല അറിയേണ്ടത്. ഇന്നലെ രാത്രി എന്നോട് ചോദിക്കാതെ എന്റെ ബോഡി എടുത്ത് അകത്ത് കിടത്താൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? മുറ്റത്ത് മഞ്ഞ് കൊണ്ട് കിടക്കണ്ടല്ലോ എന്ന് കരുതിയെടുത്ത് അകത്ത് കിടത്തിയത് ഇപ്പൊ തെറ്റായോ? എന്റെ ബോഡി എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ കിടത്തും. ചിലപ്പോ മഞ്ഞത്ത് കിടത്തും, ചിലപ്പോ വെയിലത്ത് കിടത്തും, ചിലപ്പോ മഴയത്ത് കിടത്തും. മഞ്ഞത്തും മഴയത്തും വെയിലത്തും കിടക്കുന്ന സാധനം ഒക്കെ നിങ്ങളെടുത്ത് അകത്ത് കിടത്തുക. എന്നാ റോഡ് എന്നാക്കണേ റോഡിനെ കിടപ്പുണ്ട്, അതിനടുത്ത് ഒരു റൂമിനകത്ത് കിടത്ത്. നമ്പൂരിസായ കുറച്ചൊക്കെ മര്യാദ. ഓ, ഒരു മര്യാദക്കാരൻ. ഇന്നലെ വെളിവില്ലാണ്ട് എന്തൊക്കെ അസംബന്ധങ്ങളാ വിളിച്ചു പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ? അച്ഛൻ തിരുമേനിക്ക് വലിയ സങ്കടായി. ഓ, സ്വന്തം മകനോട് പോലും സ്നേഹമില്ലാത്ത തിരുമേനിക്ക് സങ്കടമൊക്കെ വരുവാ. ഇന്നലെ വെളിവില്ലാത്തതുകൊണ്ട് ആ സങ്കടം ഒന്ന് കാണാൻ പറ്റില്ല. ഇന്ന് നല്ല വെളിവോടെ ഒരു 4 ചീത്ത പറഞ്ഞിട്ട് ആ സങ്കടം ഒന്ന് വെളിവോടെ കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയേക്കാം. എവിടെ തിരുമേനീസ്? എന്നെ തേടി വന്നത് മറ്റാരുമല്ല ശിവൻകുട്ടി, എന്റെ രക്തത്തിൽ പറഞ്ഞ എന്റെ സ്വന്തം മകനാ. അയാള് വന്ന വിവരം പോലും ധരിപ്പിക്കാതെ താൻ അയാളെ പറഞ്ഞു വിടാൻ നോക്കിയതിനാ. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒന്ന് കാണണമെന്ന് ആഗ്രഹം പറഞ്ഞ് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. മകനെ കുറിച്ച് ഇതുവരെ അന്വേഷിച്ചതായിട്ടും എനിക്കറിവില്ല. അങ്ങനെ ഒരു ബന്ധമായതുകൊണ്ട് കണ്ടാൽ അങ്ങക്ക് മനപ്രയാസം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ. കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടോ, കണ്ടു കഴിഞ്ഞാൽ കൂട്ടിക്കൊണ്ടു വരണമെന്നും കൂടെ നിർത്തണമെന്നും ഒക്കെ തോന്നും. അയാളുടെ അമ്മയെ വിഷമിപ്പിച്ചിട്ട് അങ്ങനെ ഒരു പിടിച്ചു വാങ്ങൽ. അതുകൊണ്ട് എല്ലാം സംഗീതത്തിൽ അർപ്പിച്ച് എല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ.